നളന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കലി തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഒരു നല്ല ദിവസം നളൻ തന്റെ കാലുകൾ കഴുകാൻ മറന്നു. അവസരം മുതലെടുത്ത് കലി നളന്റെ ശരീരത്തിൽ കടന്നുകൂടി. അതോടെ നളന് ഇച്ഛാശക്തി നഷ്ടമായി. ദുഷ്ടശക്തിയുടെ അടിമയായി. തന്റെ സഹോദരനായ പുഷ്കരന്റെ കൂടെ പകിട കളിച്ച് ഒന്നിനു പുറകെ ഒന്നായി എല്ലാം നഷ്ടപ്പെടുത്തി. കൊട്ടാരം പോലും നഷ്ടമായി. ദമയന്തി തന്റെ കുട്ടികളെ വിദർഭയിൽ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് നളനോടൊപ്പം കാട്ടിലേക്ക് പോയി. നളൻ ദമയന്തിയോട് കുട്ടികളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞുവെങ്കിലും അവൾ കേട്ടില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ദമയന്തി ഗാഢനിദ്രയിലായ സമയം നളൻ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് ഉണർന്നപ്പോൾ നളനെ കാണാതെ വിഷമിച്ച ദമയന്തി അദ്ദേഹത്തെ എല്ലായിടവും തിരഞ്ഞു. അങ്ങനെ നളനെ കണ്ടെത്താനാവാതെ നിരാശയായി നളന്റെ ഒപ്പമുള്ള നല്ല കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നിന്നു. ആ സമയം പിന്നിൽ ഇഴഞ്ഞു നീങ്ങിയ ഒരു സർപ്പത്തെ അവൾ കണ്ടില്ല. സർപ്പം അവളെ ആക്രമിച്ചു. പക്ഷെ അതുവഴി വന്ന ഒരു വേട്ടക്കാരൻ സർപ്പത്തിൽ നിന്ന് അവളെ രക്ഷിച്ചു. ശേഷം അവളോട് തന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദമയന്തി അത് നിരസിച്ചു. എന്നാൽ അയാൾ അവളെ തന്റെ കുടിലിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ദമയന്തി അയാളെ ശപിച്ച് ഭസ്മമാക്കി.